ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസുകൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഐക്കൺസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫോണ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് വാട്സാപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ അതിൻ്റേതായ ഐക്കൺസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഫോണിനകത്ത്, അല്ലേ? ഇപ്പോൾ വാട്സാപ്പിൻ്റെ ഐക്കൺ ആണെങ്കിൽ ഒരു ഗ്രീൻ കളറിലുള്ളൊരു ഐക്കണ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ അതിൻ്റേതായ ഐക്കൺ, ഫേസ്ബുക്ക് ആണെങ്കിൽ ഒരു എഫ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ പേ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ അപ്പം ആക്ച്വലി ഒരു ആപ്ലിക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ചിഹ്നം തന്നെയാണ് ഈ ഒരു ഐക്കൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ചിത്രരൂപത്തിലുള്ള ഒരു അവതരണമാണ് ആക്ച്വലി ഐക്കൺസ്. അപ്പോൾ ഇത്തരം ഐക്കൺസുകളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ, നമ്മളൊരു പവർ പോയിൻറ്റിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നു, അതും അല്ലെങ്കിൽ ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. എനിക്ക് ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും അവസാനം, അതായത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ എനിക്ക് എൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷനകത്ത് എനിക്ക് വാട്സാപ്പ് നമ്പർ കൂടി ചേർക്കണം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ എഴുതുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? വാട്സാപ്പിൻ്റെ ആ ഒരു സിമ്പൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു ഐക്കൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് എക്സാമ്പിൾ വെച്ച് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുകയാണ്. കീബോർഡിനകത്ത് വിൻഡോ കീ 6 അടിച്ചു. അതിനുശേഷം വേർഡ് എന്നിവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. ഈ സ്ക്രീന് ഞാൻ ഫുൾ സ്ക്രീൻ ആക്കുന്നു. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻസേർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇൻസേർട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് സിമ്പൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇതിൻ്റെ ലാസ്റ്റ്. അതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം കാണുന്നത് നമ്മൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കുറേ സിമ്പൽസുകൾ കാണാം. ഇവിടെ മോർ സിമ്പൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണ്ടോ ഫോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ എഴുതിയിരിക്കുന്നത് വെബ്ഡിങ്സ് എന്നാണ്. അതിൻ്റെ താഴെ നമുക്ക് ഒരുപാട് ചിഹ്നങ്ങളും കാണുന്നുണ്ട്, ഒരുപാട് സിമ്പൽസുകൾ കാണുന്നുണ്ട്. ആക്ച്വലി ഒരു സിമ്പൽസിൻ്റെ കൂട്ടത്തെ നമ്മളൊരു പ്രത്യേക പേരിൽ, ഒരു ഫോണ്ടിലാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വെബ്ഡിങ്സ് ചിഹ്നങ്ങളാണ്. വെബ്ഡിങ്സ് ചിഹ്നങ്ങൾ ഇതിനകത്ത് നമുക്ക് ഹാർട്ട് സിമ്പൽ, അതുപോലെ തന്നെ കോൾ ഔട്ട് സിമ്പലുകൾ, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആരോ മാർക്സുകൾ, അതുപോലെ തന്നെ സർക്കിൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിളിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിളിനെ മുകളിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ സിമ്പിളിനെ പേജിൻ്റെ മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു എഴുത്ത് വലുതാക്കുന്ന പോലെ തന്നെ നമുക്കിതിനെ സൈസ് വലുതാക്കുകയൊക്കെ ചെയ്യാം. കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും പിന്നെ ആ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പലും യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൈസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കാം. അതായത് ഇത് ഒരു ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എല്ലാ സെറ്റിങ്സുകളും അതായത് ആക്ച്വലി ഇതൊരു എഴുത്താണ്. ഒരു ടെക്സ്റ്റാണ്. നമ്മൾ പേജിൻ്റെ മുകളിൽ എഴുതുന്ന ഒരു ടെക്സ്റ്റ് തന്നെയാണ് ഈ സിമ്പൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിന് കൊടുക്കുന്ന എല്ലാ സെറ്റിങ്സുകളും നമുക്ക് ഈ ഒരു സിമ്പൽസിൻ്റെ മുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കളർ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് എടുക്കുന്നു, അതിനുശേഷം അവിടെ സിമ്പൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം മോർ സിമ്പൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. മോർ സിമ്പൽസ് ആക്ച്വലി ഈ ബോക്സ് നമുക്ക് എടുക്കാൻ, സിമ്പൽ എന്ന് പറയുന്ന ബോക്സ് എടുക്കാൻ നമുക്ക് ഒരു എളുപ്പമാർഗവുമുണ്ട്. ഈ ഓപ്ഷൻ ഉള്ളത്, അതായത് സിമ്പൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് ഏത് ടാബിനകത്താണ്? ഇൻസേർട്ടിനകത്താണ്, അല്ലേ? ഇൻസേർട്ടിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ഐ ആണ്. അതുപോലെ തന്നെ സിമ്പൽ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എസ്. അപ്പോൾ ഒരു ഐയും ഒരു എസ്സും നിങ്ങൾ ഓർമ്മിക്കുക. ഐ മീൻസ് ഇൻസേർട്ട്, എസ് മീൻസ് സിമ്പൽ. ഇതിൻ്റെ മുന്നിൽ നമുക്ക് കീബോർഡിനകത്തുള്ള ആൾട്ട് എന്ന് പറയുന്ന ഒരു കീ കൂടി നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കട്ടായി ആൾട്ട് ഐ എസ്. വെറുതെ അടിച്ച് നോക്കിയ കീബോർഡിൽ ആൾട്ട് ഐയും എസ്സും കണ്ടോ? സിമ്പലിൻ്റെ ബോക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം. ആൾട്ട് ഐ എസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്, അല്ലേ? ഇൻസേർട്ടിൻ്റെ ഐയും സിമ്പലിൻ്റെ എസ്സും കൂട്ടി പിടിച്ചാൽ നമുക്ക് ആൾട്ട് ഐ എസ്സിലൂടെ നമുക്ക് സിമ്പൽ എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ ഐക്കൺസാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ ഫോണ്ട് നമ്മൾ വ്യത്യാസപ്പെടുത്തുക. ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ട് ഓസം കുറച്ച് ടൈപ്പ് ചെയ്തിട്ട് ഡൗൺ ആരോ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കാണാൻ കണ്ടോ ഫോണ്ട് ഓസം 6 ബ്രാൻഡ്സ് റെഗുലർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും.
ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കി ഇവിടെ ഇതേപോലെ കുറേ എക്സ്ക്ലമേറ്ററി ചിഹ്നം, ഹാഷ് ചിഹ്നം, പിന്നെ കറൻസി 1 2 3 ABCD ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിലിവിടെ സോഷ്യൽ മീഡിയ ഐക്കൺസുകൾ കാണുന്നില്ല അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഫോണ്ട് ബോക്സ് നിന്ന് ഏതെടുക്കണ്ടേ? ഫോണ്ട് ഔസം 6 ബ്രാൻഡ്സ് റെഗുലർ. ഓക്കെ, സബ്സെറ്റ് എന്നുള്ളത് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? പ്രൈവറ്റ് യൂസ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ ഓൾറെഡി പ്രൈവറ്റ് യൂസ് ഏരിയ ഉണ്ട്, എന്നാലും ഇവിടെ സിമ്പിൾസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൈവറ്റ് യൂസ് ഏരിയയുടെ മുകളിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതേപോലെ സിമ്പിൾസുകൾ കാണാം. കണ്ടില്ലേ? ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിനകത്തും അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിതാ ഗൂഗിൾ പേയുടെ ചിഹ്നം, അതുപോലെ തന്നെ ടിക്ടോക്കിൻ്റെ ചിഹ്നം, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൻ്റെ സിമ്പല്. ഓക്കെ, അങ്ങനെ ഇതാ ട്വിറ്റർ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഓക്കെ, അങ്ങനെ ഒരുപാട്, പിന്നെ പിൻട്രസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സിമ്പിൾസ് നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ നമ്മളെ യൂട്യൂബിൻ്റെ ചിഹ്നം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യുകയോ എൻ്റർ അടിക്കുകയോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ അത് നമ്മുടെ പേജിൻ്റെ മുകളിലേക്ക് വരും. കണ്ടോ? ഇതേപോലെ നമുക്ക് യൂട്യൂബിൻ്റെ ചിഹ്നം കിട്ടി. പിന്നെ കളറൊക്കെ നിങ്ങൾക്ക് സാധാരണ ചേഞ്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കൊടുക്കാം. ബ്രൗണോ ഏതാ വേണ്ടി കൊടുക്കാം. ഇപ്പോൾ യൂട്യൂബൊക്കെ ആകുമ്പോൾ റെഡ് കളറിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിപ്പോൾ പവർ പോയിൻ്റ് ആയാലും മൈക്രോസോഫ്റ്റ് എക്സൽ ആയാലും അതുപോലെ തന്നെ വേർഡ് ആയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഷോർട്ട് കട്ടും സെയിം തന്നെയാണ്. ഇൻസേർട്ടിൽ സിമ്പിൾ ALT-IS എന്ന് പറയുന്ന സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, ALT-IS എന്ന് പറയുന്ന ഷോർട്ട് കട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ALT-IS അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് ഔസം 6 ബ്രാൻഡ്സ് റെഗുലർ എന്ന് എത്ര തിരഞ്ഞാലും കാണില്ല. കാരണം ഇത് നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ഇവിടെ എന്ത് കാണില്ല? ഫോണ്ട് ഔസം 6 ബ്രാൻഡ്സ് റെഗുലർ എന്ന് കാണില്ല. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഈ സിമ്പിൾസ് എത്തിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെറ്റിനകത്ത് നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോ കീയും 6 അടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും മതി. ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, മുകളിൽ അഡ്രസ് ബാറിൽ സെർച്ച് ചെയ്യാം. അഡ്രസ് ബാറിൽ വെറുതെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം കീബോർഡിനകത്ത് F6 അടിച്ചാൽ മതി. F6 അടിച്ചാൽ നമുക്ക് ഏറ്റവും മുകളിൽ അഡ്രസ് ബാറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഫോണ്ട് ഔസം ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഏറ്റവും ആദ്യം തന്നെ നമുക്കതിൻ്റെ ലിങ്ക് വരും. കണ്ടോ? ഡൗൺലോഡ് ഫോണ്ട് ഔസം ഫ്രീ ഓർ പ്രോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ സൈറ്റ് അഡ്രസ്സ് ശ്രദ്ധിക്കുക. https://foundawesome.com ഡൗൺലോഡ് എന്ന് കാണാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ foundawesome.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനകത്തേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം 6.2.1 ഫോർ ദി ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. കണ്ടോ? പ്രോ ഫോർ ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ ഫ്രീ ഫോർ ഡെസ്ക്ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രോ ഫോർ ഡെസ്ക്ടോപ്പൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ സോഷ്യൽ മീഡിയ ഐക്കൺസുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുത്ത് നമ്മളിത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പ്രോ ഫോർ ഡെസ്ക്ടോപ്പ്. ഓക്കെ, നമുക്കിവിടെ ഫ്രീ ഫോർ ഡെസ്ക്ടോപ്പ് തന്നെ ഇനഫാണ്. ഓക്കെ, അതായത് ആവശ്യമുള്ള നമുക്ക് എപ്പോഴും ഡോക്യുമെൻറ്റ്സിനകത്തൊക്കെ ആവശ്യമുള്ള സിമ്പിൾസുകൾ ഈ ഫ്രീയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഇതാണ് ഫ്രീ ഫോർ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഡൗൺലോഡ് ചെയ്യാൻ പറയും. അവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ, ഫ്രീ ഫോർ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സ്ക്രീൻ വന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇവിടെ നേരിട്ട് എന്താണ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. കണ്ടോ? ഡൗൺലോഡായി. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ബോക്സ് ഡൗൺലോഡ് ചെയ്ത ഈ ബോക്സ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് എവിടെയാണ് ഉണ്ടാവുക? നമ്മൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ മൊബൈൽ ഫോണിലില്ലേ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ അല്ലേ? നമ്മൾ മൈ ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം. അതേപോലെ കമ്പ്യൂട്ടറിനകത്തും ഉണ്ടാവും ഒരു ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ. അതിനകത്തായിരിക്കും ഡിഫോൾട്ടായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക, ഈ ഒരു ഐക്കൺസുകൾ. ഓക്കെ, ആക്ച്വലി അതൊരു ഫോണ്ടാണ്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഴുത്തിൻ്റെ സ്റ്റൈലാണ് അല്ലേ? ഇപ്പോൾ ഏരിയൽ നാരോ, ടൈംസ് ന്യൂ റോമൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ എഴുത്തുകൾ നമുക്ക് പരിചയമുള്ളതാണ്. അതേപോലെ ഒരു ഫോണ്ട് തന്നെയാണ് ഫോണ്ട് ഔസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ വിൻഡോ കീയും 6 അമർത്തുക. ഓക്കെ, റൺ എന്ന് പറയുന്ന ബോക്സ് വരും. ഇവിടെ നമുക്ക് ഡൗൺലോഡ്സ് എന്ന്
ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഡൗൺലോഡ്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് ഇങ്ങനെയും എടുക്കാം. വിൻഡോ കീയോ ആറോ അടിച്ചതിന് ശേഷം ഈ വന്നിരിക്കുന്ന ബോക്സിൽ നമ്മൾ വെറുതെ ഒരു ഡോട്ട് ഇടുക. ഓക്കെ, ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഓക്കെ അടിക്കുക അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറർ വരും. ഓക്കെ, എക്സ്പ്ലോറർ ഇത് നമ്മൾ മൊബൈൽ ഫോണിനകത്ത് മൈ ഫയൽസ് എന്ന് പറയുന്ന ആപ്പ് തുറക്കുന്നതിന് തുല്യമാണ് കമ്പ്യൂട്ടറിനകത്ത് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ തുറക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമുക്കിവിടെ സൈഡിൽ കാണാം ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിനകത്ത് നമുക്കിത് അവിടെ കംപ്രസ്ഡ് എന്ന് പറയുന്ന എന്ത് കാണാം, ഒരു ഫോൾഡർ കാണാൻ സാധിക്കും, കംപ്രസ്ഡ്. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം, കണ്ടോ, ഫോണ്ട് ഓസം ഫ്രീ 6.2.1 ഡെസ്ക്ടോപ്പ് സിപ്പ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി 6.2.1 എന്ന് പറയുന്നത് ഇതിൻ്റെ വെർഷനാണ്, അതായത് പതിപ്പാണ്. ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഫോണ്ട് ഓസം എന്ന് പറയുന്നത് 5 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് സിമ്പിൾസുകളൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ 6.2.1 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി കൂടുതൽ സിമ്പിൾസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ ആപ്പുകൾ പുറത്തിറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സിമ്പിൾസുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഫോണ്ട് ഓസം എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ സിമ്പിൾസുകൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് പുതിയ പുതിയ വേർഷൻസുകൾ പുറത്തിറക്കുന്നത്. ഓക്കെ, അതിലൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ വരും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്തൊക്കെ എത്തി. ഓക്കെ, ഇതൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഇത് നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്യാം. അതായത് ഫോൾഡർ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടോ അതേ പേരിൽ ഒരു യെല്ലോ കളറിൽ ഫോൾഡർ വന്നു. ഈ ഫോൾഡർ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഉണ്ടാവും ഫോണ്ട് ഓസം ഫ്രീ 6.2.1 ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് OTFS എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം, അതും നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കണ്ടില്ലേ ഫോണ്ട് ഓസം 6 ബ്രാൻഡ്സ് റെഗുലർ. ഓക്കെ, ഫോണ്ട് ഓസം 6 ഫ്രീ റെഗുലർ, ഫോണ്ട് ഓസം 6 ഫ്രീ സോളിഡ് 900 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയ ഐക്കൺസ് കിട്ടത്തക്ക രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇതേപോലത്തെ ഒരു ബോക്സ് വന്ന് ഞാനിതൊന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഡു ദിസ് ഫോർ ഓൾ കറണ്ട് ഐറ്റംസ് ഇത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വേണ്ട ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ തന്നെ എക്സൽ, അതുപോലെ തന്നെ പവർ പോയിൻ്റ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലൊക്കെ നമുക്ക് ഇത്തരം ഐക്കൺസുകൾ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് പവർ പോയിൻറ്റിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ എന്താ പറയുക, വിൻഡോ കീയും 6 അടിച്ചതിന് ശേഷം ഇവിടെ ഞാൻ പവർ PNT എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, പവർ PNT. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ പോയിൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ഫുൾ സ്ക്രീൻ ആക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. അതായത് ഈ ബോക്സൊക്കെ ഞാൻ ഒഴിവാക്കുന്നു. ഈ സ്ലൈഡിൻ്റെ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് Ctrl A അടിക്കുക. Ctrl A എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ ആണ്. ഓക്കെ, Ctrl A അടിച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ ബോക്സും ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താലും മതി. Ctrl A അടിച്ച് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഓക്കെ, ഇൻസേർട്ടിനകത്ത് ഇതവിടെ കാണാം ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പേജിൻ്റെ മുകളിൽ സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് സിമ്പൽ എടുക്കണം. ഇൻസേർട്ടിനകത്ത് ഇതവിടെ കാണാം സിമ്പൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കീബോർഡിൽ Alt Iയും Sഉം അമർത്തിയാൽ മതി. ഓക്കെ, അതിനുശേഷം ഇതവിടെ ഫോണ്ട് ഓസം 6 ബ്രാൻഡ്സ് റെഗുലർ. ഞാൻ ഏറ്റവും അവസാനം എടുത്തത് കൊണ്ടാണ് ഇതിലേക്ക് നേരിട്ട് വന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ വിൻഡിങ്സെന്നോ അല്ലെങ്കിൽ വെബ്ഡിങ്സെന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഫോണ്ട് ഓസം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ നമ്മൾ സബ്സെറ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, പ്രൈവറ്റ് യൂസ് ഏരിയ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ കണ്ടോ പ്രൈവറ്റ് യൂസ് ഏരിയ, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അത് കണ്ടോ പേജിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സ്ലൈഡിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അത് നമുക്കിതാ സാധാരണ ഒരു സൈസ്, എഴുത്തിൻ്റെ സൈസൊക്കെ കൂട്ടുന്ന പോലെ നമുക്കിത് കൂട്ടാൻ പറ്റും. ഇതെന്തിൻ്റെ ഐക്കണാണിത്,
അല്ലേ? ട്വിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ഐക്കണാണ്. ഓക്കെ, കൂടുതൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ എങ്ങനെയായിരിക്കും, മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കും, ഇതേപോലെ നീല കളറിലായിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ F5 അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഫുൾ സ്ക്രീനിൽ നമുക്ക് ഇത് പ്രസൻറ്റേഷൻ കാണാൻ പറ്റും. ഇതേപോലെ നമ്മൾ വാട്സാപ്പിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഐക്കൺസുകൾ യൂസ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിരിക്കും. നമ്മൾ ഡോക്യുമെൻ്റ് ആയാലും പ്രസൻറ്റേഷൻ ആയാലും ഒക്കെ ഈ ഐക്കൺസുകൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി അതൊരു റിച്ച് ആയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനെയും അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റേഷനെയും മാറ്റുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിനകത്തൊക്കെ ഈ ഒരു ഐക്കൺസുകൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഫോണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫോണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിനകത്തത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പം ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നു എങ്കിൽ എൻ്റെ ചാനൽ ബി ആൻ എക്സ്പേർട്ട് എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.